ഹായ് ലീഡേഴ്സ്, വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബിസിനസ് വളരെയധികം വേഗതയിൽ തന്നെ ഓരോ അച്ചീവ്മെൻറ്റുകളും ഓരോ മാസത്തിൽ വളരെ കളർഫുള്ളായിട്ടുള്ള അച്ചീവ്മെൻറ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടക്ക സമയത്ത് ഇൻഫിനിറ്റി പ്ലാൻ വന്ന സമയങ്ങളിൽ വളരെ കുറച്ച് അച്ചീവ്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ, കാരണം നമ്മൾ ആ ഒരു പ്ലാനിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പൊരുത്തപ്പെടലിന് ഉള്ള ഒരു താമസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കണ്ടുവന്നത് നമുക്കറിയാം, പവർ ഓഫ് ഫോറും ഡയറക്ടേഴ്സൊക്കെ തന്നെ വളരെ അധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പോപ്കോൺ പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് കണ്ടത്. അത് പതുക്കെ വലിയ അച്ചീവ്മെൻറ്റുകൾ, സീനിയർ ഡയറക്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറും സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഗോവ ട്രിപ്പ് അച്ചീവ്മെൻറ്റുകളും ഇങ്ങനെ കളർഫുള്ളായിട്ട് പിന്നീട് ഉള്ള മാസങ്ങളിൽ വന്നു. പിന്നെ നമ്മൾ കണ്ടത് പ്ലാറ്റിനം അച്ചീവ്മെൻറ്റുകളും അത്തരത്തിലുള്ള അച്ചീവ്മെൻറ്റുകളാണ് പിന്നീട് കാണാൻ സാധിച്ചെങ്കിൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടത് എന്ന് പറയുന്നത് ഡയമണ്ടുകളാണ്. അത് ഡബിൾ റെഡ് ഡയമണ്ടും ട്രിപ്പിൾ റെഡ് ഡയമണ്ടും ഒക്കെ ആയിട്ടുള്ള പല അച്ചീവ്മെൻറ്റുകളും നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വർക്കൗട്ടായി എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു അച്ചീവ്മെൻറ്റൊക്കെ സംഭവിച്ചിട്ടുള്ള ലീഡർഷിപ്പ് വ്യക്തികളെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇതൊരു ഒരു സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ അടിച്ചുകൊണ്ട് ബില്ലടിച്ച് സ്റ്റോക്ക് ചെയ്യിപ്പിച്ചു അങ്ങനെ വന്നിട്ടുള്ളൊരു റിസൾട്ടല്ല. കൃത്യമായി തന്നെ ഇതിലൊരു പദ്ധതിയുണ്ട്. ആ ഒരു പദ്ധതി പ്രകാരമാണ് ഈ ഒരു വിജയം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ വിജയിച്ചുള്ള ആളുകളിൽ നിന്നും നമ്മൾക്ക് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ കൃത്യമായി തന്നെ റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറായിട്ടുള്ള വ്യക്തികളായിരുന്നു. അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള ഓരോരുത്തരും ചെറിയ വിജയം തൊട്ട് വലിയ വിജയം വരെയുള്ള ആളുകളൊക്കെ തന്നെ റിസോഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ളവരായിരുന്നു. സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറായിട്ടുള്ളവരായിരുന്നു. സിസ്റ്റം ഉപയോഗപ്പെടുത്താൻ തയ്യാറായിട്ടുള്ളവരായിരുന്നു. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും വളരാൻ സാധിക്കും. അപ്പോൾ എന്താണ് റിസോഴ്സ്, സാധ്യത, സിസ്റ്റം? ഇതാണ് നമ്മൾ ഒന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്. അത് പലപ്പോഴും നമുക്കറിയാം, പക്ഷേ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ, നമ്മളത് മനസ്സിലാക്കുകയുള്ളൂ, അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രവർത്തിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരിക്കലും ഒരു പഠിപ്പിക്കലല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ ഉള്ള ഏതാണ്ടും വ്യക്തികളൊക്കെ തന്നെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വിജയിക്കണം എന്ന് വിചാരിച്ചു വന്നിട്ടുള്ള വ്യക്തികളാണ് ഓരോരുത്തരും. പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ലൈഫിൽ ഇങ്ങനെ പോയാൽ പോരാ, നമുക്കൊരു വരുമാനം വേണം. വരുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിച്ചാലേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും ബോധ്യമുണ്ട്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നതിന് അനുസൃതമായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. പലപ്പോഴും പലവരും പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ ചെയ്തില്ലേ സാറേ, അല്ലെങ്കിൽ എന്താണ് കാര്യമായിട്ട് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്നൊരു മെൻറ്റാലിറ്റിയാണ്. ആക്ച്വലി ഇന്ന് ഇപ്പോൾ ഈ ഇടയായിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ കാണുന്നതിൽ 1-2 വ്യക്തികളെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലവരും പുതിയ വ്യക്തികളാണ്. മീൻസ് ഒരു 6 മാസം കംപ്ലീറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വലിയ അച്ചീവ്മെൻറ്റുകൾ അല്ലെങ്കിൽ വലിയ ഇൻകം ഒന്നും വന്നിട്ടുണ്ടാവില്ല. വരുമാനം എന്ന് പറയുന്നത് നമ്മൾ അളക്കപ്പെടുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന തുകയായിട്ടാണ് നമ്മൾ അളക്കപ്പെടുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 100 രൂപ 200 രൂപയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ നിങ്ങൾ ഇത്രയും സമയം നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞുള്ള ഒരു ലോയൽറ്റി കിട്ടിയിട്ടുള്ളവരാണ്. അതല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞുള്ള ഒരു ലോയൽറ്റി പ്ലസ് കിട്ടിയുള്ളവരാണ്. ഇത്തരത്തിൽ നിങ്ങൾ ആ ഒരു സംഗതിയും കൂടി നിങ്ങൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി എന്ന് കൊടുക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, നിങ്ങൾ ഈ 12 മാസം മേടിച്ചിട്ടുള്ള നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കാൻ തയ്യാറാവുക. റീറ്റെയിൽ ചെയ്തത് പോട്ടെ,
അത് കഴിഞ്ഞു, അത് നമുക്കിനി ഓർത്തെടുക്കാൻ സാധിക്കില്ല. അവിടെ ആ ബില്ലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഫ്രീ പ്രോഡക്റ്റ് പോട്ടെ, ഫ്രീ പ്രോഡക്റ്റ് ഈയിടെ എന്നോടൊരു ഒരു വ്യക്തി, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി തന്നെയാണ് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഫ്രീ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്താ പറയുക, ഒരു നെസസറി ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ കമ്പനി പറയുന്ന പ്രോഡക്റ്റ് ആണല്ലോ നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ചിലപ്പം അതൊരു പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം ആയിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഉൽപ്പന്നം തന്നെയായിരിക്കും. തുടക്ക സമയത്തൊക്കെ ഞാനും ഇതേപോലെ തന്നെയാണ് കരുതിയത്. പക്ഷേ നമുക്ക് ആ ഫ്രീ പ്രൊഡക്റ്റ് ഏതൊക്കെ നമ്മുടെ ഓപ്ഷൻസ് 3000-നും 2000-നും 3000-ത്തിനുമുള്ള ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഈ ഒരു ബിസിനസ്സുമായിട്ട് ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകെ നമുക്ക് മനസ്സിലായി ഏറെക്കുറെ ഒരു കസ്റ്റമേഴ്സ് മേടിക്കാൻ സാധ്യതയുള്ള പ്രോഡക്റ്റ് 2-3 ഓപ്ഷൻസ് ഉണ്ടാവില്ല. അതിലേതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്കൊരു ഒരു 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 ഐഡിയ കിട്ടൽ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തുടക്ക സമയത്ത് ഇതൊക്കെ നിങ്ങൾക്കും പിന്നെ സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തോന്നലുകളുണ്ട്. അപ്പോൾ ഫ്രീ പ്രോഡക്റ്റും നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ജസ്റ്റ് നിങ്ങൾ ലോയൽറ്റി എടുക്കൂ. MRP നിങ്ങൾ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടി, MRP എത്രയാണെന്ന് എഴുതി വയ്ക്കാൻ തയ്യാറാവുക. ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അതിന് കിട്ടിയ സാധനങ്ങൾ എത്രയാണെന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ബില്ലിലുണ്ട്. അതിൽ ഫ്രീ പ്രൊഡക്റ്റ് മാറ്റി വെച്ചിട്ട് ബാക്കി നിങ്ങൾ ലോയൽറ്റി കഴിഞ്ഞിട്ട് ഒരു 6 മാസം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ 6 മാസം കഴിഞ്ഞ് കിട്ടിയുള്ള ലോയൽറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇതിനിടയിൽ നിങ്ങളുടെ ഇൻസെൻറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കൂ. എന്നിട്ട് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കൂ, എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, അതൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് കഴിച്ചാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനമാണ് നമ്മൾ അളക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിൽ വെർച്വലായിട്ട് കിട്ടുന്ന ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ ഒരു വരുമാനം തന്നെയാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തയ്യാറാവുക. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലോയൽറ്റിയും അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് വരുന്ന ചെറിയ ഇൻസെൻറ്റീവിനും അപ്പുറം നമുക്ക് ഒരു വരുമാനത്തിലേക്ക് എത്തണം. ആ ഒരു വരുമാനത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് എന്നും നമുക്ക് നിലനിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരണം. ആ ഒരു നിലനിൽക്കുന്ന രീതിയിലേക്ക് വളരണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിസോഴ്സും സാധ്യതകളും നമ്മുടെ സിസ്റ്റമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മളുടെ കമ്പനി ഒരുക്കി വന്നിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും, നമുക്കുള്ള പ്രോഡക്റ്റ് സർവീസ്, അതുപോലെ തന്നെ നമുക്കുള്ള പിന്നെ ആപ്ലിക്കേഷൻ, മോദി കെയർ ആപ്ലിക്കേഷൻ, അതിലുള്ള മൈ മോദി കെയർ ഷോപ്പ് പോലുള്ള ടൂൾസുകൾ, അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ്ങുകൾ, നമ്മുടെ ഓർഗനൈസേഷൻ തരുന്ന ഓൺലൈൻ മീറ്റിങ്ങുകൾ, ഓപ്പൺ മീറ്റിങ്ങുകൾ, കമ്പനി തരുന്ന പ്രോഡക്റ്റ് ട്രെയിനിങ്ങുകൾ, മറ്റു ട്രെയിനിങ്ങുകൾ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, റിസോഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാവണം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇന്നത്തെ സാധ്യതയാണ്. സാധ്യത എന്ന് പറയുമ്പോൾ, ഇന്നത്തെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ നെറ്റ്വർക്കിൽ വന്നിട്ടുള്ള ഒരു പരിചയമുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെ തീർച്ചയായിട്ടും എനിക്കത് ഉറപ്പ് പറയാൻ പറ്റും. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 ആളോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 ആളുകളും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന രീതിയിലേക്കാണ് മാർക്കറ്റ് മാറിയിരിക്കുന്നത്. ആ ഒരു സാധ്യതയിലേക്കാണ് മാറിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഏത് തരത്തിൽ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോൾ, ആരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ വഴിയിലൂടെ പോകുമ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കുന്നതെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു റെസ്പോണ്ട് കിട്ടില്ല. നമ്മൾ കൃത്യമായി തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ പോയി നമ്മൾ കൃത്യമായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കാൻ തയ്യാറാവണം. ഇപ്പോൾ നിങ്ങൾ ഇടയിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പരിചയമുള്ള ഒരു കുറേ മുന്നത്തെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടിയെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ആ പരിചയം പുതുക്കാം, അവന് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക, എവിടെയാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, എന്താണ് അവരുടെ ഫാമിലി സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പറയാം, ഞാൻ മോദി കെയർ എന്ന് പറയുന്ന ബിസിനസ്സിലാണ് ഉള്ളത് എന്ന് പറയാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവർ ചോദിക്കുമായിരിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ചിലപ്പം വേറെ എന്തെങ്കിലും പഴയ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരിക്കാം.
എനിവേ എന്തായാലും നമ്മൾ അങ്ങനെ പരിചയപ്പെട്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് ശരി ഞാൻ എന്തായാലും ആ വഴിക്കൊക്കെ വരാറുണ്ട്. ഇനി വരുമ്പോൾ എന്തായാലും നിന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് പറയാം. വേറെ ഒന്നും പറയണ്ട നിങ്ങൾ. നിങ്ങൾ ചേരുക അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇതൊന്നും നിങ്ങൾ പറയണ്ട. ബിസിനസ് പറയാനാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് പറയാനാണെന്നൊന്നും പറയണ്ട. എന്നിട്ട് നിങ്ങൾ അവിടെ പോവുക. അവിടെ പോയി അത് ഉടനെ അടുത്ത ദിവസം തന്നെ നിങ്ങളത് പ്ലാൻ ചെയ്യാം അങ്ങനെ പോവാൻ. അങ്ങനെ അത് അവിടെ പോയി അവിടെ ഇരുന്ന് നിങ്ങൾ ആ വിശേഷം നിങ്ങളുടെ ആ ഒരു പരിചയം വീണ്ടും പുതുക്കി എടുക്കേണ്ടതുണ്ടാവും. ഫാമിലിയുമായിട്ട് ചിലപ്പോൾ ഫാമിലി വീട്ടിലുണ്ടാവും, ഫാമിലിയായിട്ട് പരിചയപ്പെടുന്നുണ്ടാവും. അവരൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബോൾഡിങ് വരുത്തുക. എന്നതിന് ശേഷം നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കാം. എന്താണ് നമ്മൾ പറയാനുള്ളത്? അതെ, ഞാൻ അന്ന് കണ്ടപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ മോദി കെയർ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ മോദി കെയർ നിനക്ക് അറിയാലോ, പ്രോഡക്ട്സുകൾ നമുക്ക് ധാരാളം നല്ല സവിശേഷ ഗുണങ്ങളുള്ള പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് റേഞ്ച് നല്ല രീതിയിലാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് മോദി കെയർ ഉൽപ്പന്നങ്ങളാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. മാക്സിമം നമ്മൾ മോദി കെയറിലുള്ള സാധനങ്ങൾ തന്നെയാണ് മേടിച്ച് ഉപയോഗിക്കുന്നത്. എല്ലാം നല്ല റിസൾട്ടാണ്. പിന്നെ മാത്രമല്ല, ഇത് മോദി കെയറിൻ്റെ ബ്രാൻഡിലുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ മോദി കെയർ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ബെനിഫിറ്റ്സുകൾ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട് കമ്പനി. അപ്പോൾ ഒരു 12 മാസം ഒരു വർഷം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസിങ് രീതി ഹാബിറ്റ് ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തിലേക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല സേവിങ്ങിലേക്കും, നമ്മുടെ എക്സ്പെൻസ് ആണല്ലോ നമ്മൾ വീട്ടിലേക്കുള്ള മേടിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണല്ലോ, അത് നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും. ഇതാണ് ഇവിടെ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ സപ്ന എന്ന് പറയുന്ന ബുക്കും അതിൽ നമ്മുടെ വൺ ഷീറ്ററും ഒരു 2-3-4 റഫ് പേജും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ആ പ്രോഡക്റ്റുകൾ ഓരോന്നുമായിട്ട് നിങ്ങൾ ആ ഒരു ബുക്ക്ലെറ്റിൽ നിന്ന്, സപ്ന എന്ന് പറയുന്ന ബുക്കിൽ നിന്നും എടുത്ത് കാണിച്ചു കൊടുത്ത് നിങ്ങൾ അത് പരിചയപ്പെടുത്തി അങ്ങനെ മുന്നേറുന്ന സമയത്ത് പിന്നെ അതിന് ഒപ്പം തന്നെ സാന്ദ്രികമായിട്ട് തന്നെ പറയാം, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിലാണ് നമുക്ക് ബെനിഫിറ്റായി മാറണമെന്ന് പറഞ്ഞ് 1 ഷീറ്റർ അവരെ കയ്യിൽ വെച്ച് കൊടുക്കുക. ഇതിനിടയിൽ എന്തെങ്കിലും തരത്തിൽ അവർ ചോദിക്കാതിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഡൻസി കാണിക്കാതിരിക്കില്ല. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്കിപ്പോൾ പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു, പ്രോഡക്റ്റാണോ അതോ ഓപ്പർച്യൂണിറ്റി ആണോ അതോ ഇതിലുള്ള പിന്നെ ബെനിഫിറ്റ്സ് ആണോ, എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് മറുപടി പറയാതിരിക്കാൻ സാധിക്കില്ല. അവരെന്തെങ്കിലും ഒരു ഓപ്ഷൻ പറയും. അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അവരോട് പറയാം, എന്തായാലും നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു താല്പര്യം വന്നല്ലോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഞാൻ ജസ്റ്റ് നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നീട് ആ കിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിറ്റ്, ഒരു 1000 രൂപയുടെ 2000 രൂപയുടെ കിറ്റ് നിങ്ങൾ കയ്യിലെപ്പോഴും കരുതുക. അത് എടുത്ത ഉടനെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാതെ ലാസ്റ്റ് ഫൈനലായിട്ട് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് അവർ അതിൽ നിന്ന് ചിലപ്പോൾ സോപ്പോ പേസ്റ്റ് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് നീ പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ അത്രയെങ്കിലും വാങ്ങാതിരിക്കില്ല. ഇതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇതിനോടൊപ്പം തന്നെ 3 കാര്യങ്ങൾ നമ്മൾ പറയണം. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ റേഞ്ച്, പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വല്ലാതെ കയറാതെ നമ്മൾ സൂചിപ്പിക്കണം. അതിന് നമ്മുടെ 1 ഷീറ്റർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ബുക്ക്ലെറ്റും എന്ന് വെച്ചാൽ സപ്ന എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 പേരെ കണ്ടു കഴിഞ്ഞാൽ അതിൽ 7 പേരും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ ആ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഇന്ന് ഞാൻ ആ സാധ്യതയിലേക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ഒരു 20 വർഷം മുന്നേ ഒരു ബിസിനസ് എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു മോദി കെയർ ചെയ്യുന്ന ഒരു വ്യക്തി 10 ആളെ കാണുകയാണെന്നുണ്ടെങ്കിൽ 5 പേരെ തന്നെ ആയിരിക്കും അതിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ള താല്പര്യം കാണിക്കുന്ന ആളുകൾ വരെങ്കിൽ,
ഇന്ന് ചിലപ്പോൾ 5 എന്നുള്ളത് 7 ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പ്രോഡക്റ്റുകൾ ഒരുപാട് പേർക്ക് അറിയാം. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ആ ഒരു എന്താ പറയുക സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് കേട്ടവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഉൽപ്പന്നങ്ങൾ മേടിക്കാനുള്ള സാധ്യതയുള്ള ആളുകൾ കൂടുതലാണ്. അതൊരു കാര്യം. അതിനേക്കാൾ പ്രധാനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വർഷം മുന്നേ അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ചു, 5 പേര് നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ചു, അവർക്ക് വീണ്ടും ഈ ഒരു ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കണമെങ്കിലുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. കാരണം നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഔട്ട്ലെറ്റുകളില്ല, നമുക്ക് ഓൺലൈൻ സിസ്റ്റം ഇല്ല, നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മീഡിയ കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ കുറവായിരുന്നു. ഫോണിലൂടെ നമുക്ക് ബന്ധപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഇതൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാധ്യത എന്ന് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കസ്റ്റമർ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെയാണ് സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സിസ്റ്റം എന്താണെന്ന് പറയുന്നത്, നമ്മൾ സിസ്റ്റം പറയുന്നത് ഇതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. സെൽഫ് യൂസ്, നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബിസിനസ് ഫോർമുലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, മോദിക്കറിൻ്റെ ബിസിനസ് ഫോർമുലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 50 PV നമ്മൾ മിനിമം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ റിന്യൂവലും അഡ്വൈസർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു റിന്യൂവലും നടക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ ടീമിൽ വരുന്നത് കസ്റ്റമർ ആയിക്കോട്ടെ, ബിസിനസ് മെമ്പേഴ്സ് ആയിക്കോട്ടെ, അതിൽ നിന്നുള്ള ഇൻസെൻറ്റീവും നമുക്ക് കിട്ടാനുള്ള സാധ്യത വരുന്നു. നമ്മൾ പ്ലാറ്റിനം വരയ്ക്ക് നമ്മൾ 50 PV ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ നമ്മളെ പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ 300 PV 500 PV ഒക്കെ തന്നെ നമുക്ക് ചെയ്യാം, എത്ര വേണമെങ്കിലും ചെയ്യാം. അതായത് നമ്മൾ പ്രിഫേർഡ് കസ്റ്റമറായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നതൊക്കെയും നമ്മുടെ സെൽഫ് വോളിയമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഓട്ടോമാറ്റിക് വന്നോളൂ. അപ്പം നമ്മൾ മിനിമം 50 PV നമ്മൾ കമ്മിറ്റഡ് ആണെന്നുള്ളത് നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ മാസം 1-ാം തീയതി അല്ലെങ്കിൽ മാക്സിമം ടു മാക്സിമം 5-ാം തീയതിക്കുള്ളിൽ നമ്മൾ 50 PV കമ്മിറ്റഡ് ആവണം. അത് നമ്മുടെ വിത്താണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ വിത്താണ്. നമ്മൾ ഒരു വിത്ത് പാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ തുടങ്ങുമ്പോഴാണോ വിത്ത് പാകുക, അതോ സീസൺ അവസാനിക്കുമ്പോഴാണോ വിത്ത് പാകുക? അല്ലേ? നമ്മളിപ്പം കൊയ്ത്ത് കാലമാണ്. ഇപ്പോൾ ഈ കൊയ്ത്തിൻ്റെ സമയം ആയി. ഈ സമയത്ത് ആരെങ്കിലും വിത്ത് പാകുമോ? ഇനി വിത്ത് പാകാനുള്ള സമയമുണ്ടല്ലോ. ആ സമയത്തല്ല അത് നട്ടാലല്ലേ ഇനി അടുത്തത് കൊയ്യാനുള്ള സമയമാകുമ്പോഴേക്കും സീസണിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. അതിന് പകരം നമ്മൾ അവസാന ഘട്ടത്തിൽ കൊയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ വിത്ത് പാകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിത്ത് വളരാനോ അല്ലെങ്കിൽ അത് നമുക്ക് വിളവെടുപ്പിക്കാനോ സാധിക്കുമോ? അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മളെ ബിസിനസ്സിൻ്റെ വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് വോളിയാണ്. അത് 50 PV നമ്മൾ നേരത്തെ ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിനുള്ള ഗുണം എന്ന് പറയുന്നത്. അത് ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കാര്യം നമ്മളോടൊപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്റ്റഡ് ആയിട്ട് വന്നുള്ള കസ്റ്റമേഴ്സ് അല്ല, ബിസിനസ്സിലേക്ക് കണക്റ്റഡ് ആയിട്ട് താല്പര്യമായിട്ട് വന്നിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. ഈ ധാരാളമുള്ള ആളുകളിൽ, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് സെൽഫ് യൂസ്, ഷെയറിങ്, സ്പോൺസറിങ്, സപ്പോർട്ടിങ് ആണ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഷെയറിങ്ങിലൂടെയാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. കസ്റ്റമറിൽ നിന്നാണ് നമുക്ക് ബിസിനസ് ഓണേഴ്സിനെ കണ്ടെത്താൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ റിസോഴ്സും സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ധാരാളം ആളുകളുടെ അടുത്ത് ഒരു ദിവസം മിനിമം നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 പേരെ നമുക്ക്, അല്ലെങ്കിൽ വേണ്ട ഒരു 4 ദിവസം നിങ്ങൾ ലീവായി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു 5 ദിവസം ലീവായി, 25 ദിവസം നമുക്ക് 25 വ്യക്തികളെ കാണാൻ പറ്റും. ഈ 25 വ്യക്തികളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു 12-13 വ്യക്തികൾ പ്രോഡക്റ്റ് മേടിക്കാതിരിക്കില്ലല്ലോ. ഓക്കെ, 12-13 വ്യക്തികൾ പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ എന്തെങ്കിലും ഒരു 1-2 പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, അവർ തീർച്ചയായിട്ടും അത് മേടിക്കാനുള്ള സാധ്യത ഉണ്ടാകും. ഇനി എന്തായാലും അതിൽ ആ 12 വ്യക്തികളിൽ നമുക്കൊരു 6 വ്യക്തിയിലെങ്കിലും തുടർച്ചയായിട്ട് പർച്ചേസ് ചെയ്യാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. അവരൊരു 2000-3000 രൂപയുടെ ലോയൽറ്റി എടുക്കുന്നവരാണെന്നുള്ളത് രീതിയിൽ ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, ആ രീതിയിലാണ് നമ്മൾ അവരോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു 6 വ്യക്തികൾ നമ്മളുടെ ലോയൽറ്റി മെമ്പേഴ്സായിട്ട് ഒരു 2000 രൂപയുടെ ലോയൽറ്റി എടുക്കുന്നവരാണ് മിനിമം കൂട്ടിയാൽ മതി. ഇപ്പോൾ 12,000 രൂപയുടെ ബിസിനസ് വന്നു ഏകദേശം നമ്മളൊരു
പ്രിഫേർഡ് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 300 PV ചെയ്യുന്ന ഒരാളായി മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ ഓരോ ദിവസം ഓരോരുത്തരെ വെച്ചിട്ടാണ് കണ്ടതെങ്കിൽ നമുക്ക് ഒരു മാസത്തിൽ ഓരോ ദിവസം നമ്മളൊരു 4 പേരെ കാണുന്നു വിചാരിക്കുക. 4 പേരോട് ഇത്തരത്തിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്താണ്? നമ്മൾ 25 ദിവസം തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഏറെക്കുറെ നമ്മളൊരു 100 പേരെ കാണുന്നുണ്ട്. ഈ 100 പേരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 50 വ്യക്തികൾ നമ്മളെ ഈ ഒരു ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മീൻസ് പ്രോഡക്റ്റുകൾ മേടിക്കുന്നുണ്ടായിരിക്കും. ഈ പ്രോഡക്റ്റുകൾ മേടിച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നവർ അതിലൊരു 10 പേര് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ് എത്രയായി? 2000 രൂപയുടെ ആണ് പർച്ചേസാണ് അവർ ചെയ്തതെങ്കിൽ ഒരു 10 വ്യക്തികൾ 20,000 രൂപയുടെ ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഒരു 70,000 80,000 രൂപയുടെ ബിസിനസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ടർ ആവാൻ സാധിക്കും. 1100 PVയിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ നമ്മളൊരു കണ്ടിന്യൂ ആയിട്ട് തന്നെ ഒരു 2 മാസം 2-3 മാസം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡയറക്ടർ ആയിക്കൂടെ ഈ ഒരു മാസം തൊട്ടിട്ട്? കൃത്യമായിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിഫ്റ്റ് പോലുള്ള ഷിഫ്റ്റ് ലൈഫ് പോലുള്ള സോൾ ഷെഫ് പോലുള്ള പ്രോഡക്റ്റുകളുടെ നോളജ് ഒന്ന് വർദ്ധിച്ച് ആ തരത്തിൽ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഡയറക്ടർ അടിക്കാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ദെൻ സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം നമ്മളുടെ സെൽഫ് വോളിയം നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഗ്രൂപ്പിലിരിക്കുന്നവരിൽ മിക്കവർക്കും ഓരോ മെമ്പേഴ്സ് അഡീഷണൽ വന്നിട്ടുണ്ട്. മിക്കവർക്കും ഓരോ മെമ്പേഴ്സ്, അതായത് ബിസിനസ് മെമ്പേഴ്സ് അഡീഷണൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ചെയ്ത കാര്യമാണ് നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ ഈ ഒരു 50 PV നിങ്ങൾ നേരത്തെ ചെയ്യുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്കത് പറയാനുള്ള കോൺഫിഡൻറ്റ് കിട്ടുള്ളൂ. നിങ്ങളത് നിങ്ങളുടെ ടീമിലും 50 PV ഡ്യൂപ്ലിക്കേറ്റ് ആവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പിന്നെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ഓൺലൈൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ഓഫ്ലൈൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട്, സെമിനാറുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ. മിനിമം നമ്മൾ ചെയ്യുന്ന സിസ്റ്റമാണ് സെൽഫ് പർച്ചേസിങ് എന്ന് വെച്ചാൽ സെൽഫ് പർച്ചേസിങ്, ഷെയറിങ്, സ്പോൺസറിങ് ആൻഡ് സപ്പോർട്ടിങ്. അപ്പോൾ ഷെയറിങ് എന്താണെന്ന് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട്, ഇതിലൂടെ നമ്മൾ സ്പോൺസർ ചെയ്യിപ്പിക്കുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ സ്പോൺസറിങ്ങിൽ സപ്പോർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളെ നിങ്ങൾ കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ ഒപ്പം നിർത്തുക. ഇതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ബിസിനസ്സിൽ ശ്രദ്ധിക്കാനുള്ളത്. ഒരാളെ നിങ്ങളോടൊപ്പം ഒപ്പം നിർത്തുക. അയാൾ പക്കയായിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അദ്ദേഹവും ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കണ്ടെത്തും അടുത്തത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യലാണ് ലാസ്റ്റ്. അദ്ദേഹം കണ്ടെത്തും അദ്ദേഹത്തിൻ്റെ ഒരു മെമ്പറെ, കൺവിൻസ് ചെയ്യുന്ന ഒരാളെ. അങ്ങനെ 3 പേര് ആ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ടീമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വളരും. ഇതേ സമയം തന്നെ നിങ്ങൾ പുതിയ ആൾ നമ്മളെ പ്രോഡക്റ്റ് ഷെയറിങ്ങിലൂടെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പുതിയ മെമ്പറിനെ കിട്ടും, അഡ്വൈസറിനെ കിട്ടും. അവരിലും ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും അതും ഇതേപോലെ തന്നെ കെയർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഇത്തരത്തിൽ ബിസിനസ് മെമ്പേഴ്സിനെ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ബിസിനസ് മെമ്പേഴ്സിനെ കണ്ടെത്താൻ നമുക്ക് ഇപ്പോൾ കസ്റ്റമേഴ്സിനെ, നമ്മൾക്ക് ബിസിനസ് പറയാനാണ് പ്രശ്നം. ബിസിനസ് പറഞ്ഞാൽ ആരും വരുന്നില്ല, ആരും ചേരുന്നില്ല, ആരും മീറ്റിങ്ങിന് വരാൻ തയ്യാറല്ല, ആരും സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ ഒന്ന് സത്യമാണ്, നമ്മളൊരു 100 പേരോട് കൃത്യമായിട്ട് നമ്മൾ പോയിരുന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ പ്രോഡക്റ്റ് സംസാരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, വേറെ ഒന്നുമല്ല, നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളെ 1 ഷീറ്റർ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് നമ്മൾ കിട്ടിയ എക്സ്പീരിയൻസും വെച്ച് സംസാരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, 50-70 കസ്റ്റമേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിൽ 10-നടുത്ത് മെമ്പേഴ്സ് ബിസിനസ്സിലേക്ക് താല്പര്യം കാണിക്കുന്ന ആളുകൾ വരാൻ തയ്യാറാണ്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്.
100 പേരോട് സംസാരിച്ചാൽ ഏകദേശം 10-നടുത്ത ആളുകൾ താല്പര്യം കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് നിങ്ങൾ വന്ന മെമ്പേഴ്സ് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഉള്ള ഒരു എന്താ പറയുക താമസം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അവരിൽ നിന്നും എടുക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ അവരുടെ കെയർ ഓഫിൽ നിന്ന് കെയർ ഓഫിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റിംഗ് രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണം, ഇതാണ് നമ്മളുടെ ഇപ്പം ഇനി അടുത്തൊരു പ്രശ്നം, തലവേദന. നമ്മൾ ഇതൊന്നും പറഞ്ഞ് അങ്ങനെ ശീലിച്ചിട്ടില്ല, ഇത്തരത്തിൽ കൃത്യമായിട്ട് പറഞ്ഞ് ശീലിച്ചിട്ടില്ല. അതിന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് തൊട്ട് നിങ്ങൾ ബിസിനസ് ആദ്യമായിട്ട് ചെയ്യുകയാണെന്നുള്ള ഒരു രീതിയിൽ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിൽ ഒരു ടീമിൽ എൻ്റെ ഒരു ടീമിൽ തന്നെ 2-3 വ്യക്തികളുള്ള ഗ്രൂപ്പാണ് ഇപ്പോൾ ഇത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകളിലേക്ക് ഒരേ സമയം എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധ്യമല്ലാത്തതാണ്. പക്ഷേ ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ്. നമുക്ക് അത്തരത്തിൽ പോയി ഇരുന്ന് സംസാരിക്കാം, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വിജയിക്കണം, അതിന് തീർച്ചയായിട്ടും നമ്മളുടെ കഴിവ് ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾ വിളിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഒരു പ്രാക്ടിക്കൽ സെഷനിലൂടെ നമുക്ക് കുറച്ച് ഒരു 1-2 ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളറിയുന്ന വ്യക്തികളിലേക്ക് പോയി സംസാരിക്കുക. ആ സംസാരിച്ചിരുന്ന് എങ്ങനെ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രാക്ടിക്കൽ സെഷനിലൂടെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ആ ഒരു പ്രാക്ടിക്കൽ സെഷനിലൂടെ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കിട്ടും. നിങ്ങൾക്കത് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ടീമിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഒപ്പം വന്നിട്ടുള്ള ബിസിനസ്സിലേക്ക് താല്പര്യമായിട്ട് വന്നുള്ള ആളിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു വലിയ അച്ചീവ്മെൻറ്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരുമാനം വേണം, വരുമാനം നിർബന്ധമായിട്ട് വേണം. വന്ന വരുമാനം അത് സ്ഥിരമായിട്ട് നമുക്ക് കിട്ടും വേണം, അത് ക്രമേണ കാലക്രമേണ നമുക്ക് വർദ്ധിക്കും വേണം. ഈ രീതിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിസ്റ്റം, അതുപോലെ തന്നെ റിസോഴ്സ് സാധ്യത, ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാവണം. നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കണം, നമ്മുടെ സ്കിൽ വർദ്ധിപ്പിക്കണം, നമ്മൾ അളക്കാൻ തയ്യാറാവണം, അളന്ന് വളരാൻ തയ്യാറാവണം. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവർക്കും സാധിക്കട്ടെ. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും വിളിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഗ്യാരണ്ടി ചെയ്തു. നിങ്ങൾ വിളിക്കാൻ തയ്യാറാണ്, അത്തരത്തിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് വിജയിക്കാൻ ഉള്ള സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാം, ഞാൻ വരാം. അപ്പോൾ ഒരേ സമയം തന്നെ പല വ്യക്തികളും വിളിക്കുമ്പം നമുക്ക് അവിടെ ടൈമിങ്ങിന് പ്രശ്നം ഉണ്ടാവും. പക്ഷേ ആരാദ്യം വിളിക്കുന്നോ അവർക്കാണ് ആദ്യത്തെ പ്രയോറിറ്റി, അത് നമ്മൾ കൊടുക്കും. നിങ്ങളത് കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന തരത്തിൽ നിങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അത്തരത്തിൽ നമുക്ക് ഒരുമിച്ച് വിജയിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. തീർച്ചയായും ഇത് ഉപയോഗപ്പെടുത്തുക. ഷോൾ ദി ബെസ്റ്റ്. താങ്ക് യു.